വലുതായ സാമച്ചൻ, ആദരണീയരായ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നാം ഇന്ന് വായിച്ചു കേട്ട എവങ്കേലിയൻ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. The Gospel according to Saint John, chapter 6, verses 35 to 46. അവിടെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം യേശു തമ്പുരാൻ പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാണ്. I am the bread of life. നമുക്കെല്ലാവർക്കും അറിയാം, ജീവൻ ആഹാരം ആവശ്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രത്യേക ആത്മീയ ആഹാരം ആവശ്യമാണ്. അതെന്താണെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. 1-2 പ്രീ കണ്ടീഷൻസ് പറയുന്നു. ഒന്ന്, ദൈവം അയച്ചവനിൽ പരിപൂർണമായി വിശ്വസിക്കുക. രണ്ടാമത് പറയുന്നുണ്ട്, ദൈവത്താൽ അല്ലാതെ ആരും പുത്രനിൽ ആകർഷിക്കപ്പെടുന്നില്ല എന്ന് പറയും. അതിനുശേഷമാണ് പ്രത്യേകമായി ഈ 6-ാം അധ്യായം മുഴുവൻ പ്രത്യേകം പറയുകയാണ്, ജീവന്റെ അപ്പം ഞാനാണ് എന്ന്. 6-ാം അധ്യായത്തിന്റെ ആമുഖത്തിൽ നാം വായിക്കുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവമാണ്. ജനം യേശുദാനെ അന്വേഷിച്ച് പിന്നാലെ ചെല്ലുമ്പോൾ പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, പിന്നെയോ നിത്യജീവന് വേണ്ടി കരുതുന്ന ആഹാരത്തിനായിട്ട് നിങ്ങൾ അന്വേഷിക്കണമെന്ന്, അത് ഞാനാകുന്നു എന്ന് പറയുന്നു. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് ആണ്. നമുക്കറിയാം, നമ്മുടെ ആധ്യാത്മിക ജീവിതം കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. എന്താ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്? കർത്താവിൻ്റെ തിരുശരീര രക്തം നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന കർത്താവിൻ്റെ തിരുശരീര രക്തം. ചില സഭാവിഭാഗങ്ങൾ പറയും, വചനം മതി രക്ഷപ്പെടാൻ. മതിയോ? വചനത്തെ കുറിച്ചുള്ള സഭയുടെ പഠിപ്പിക്കൽ നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് വചനം? വേദപുസ്തകമാണ് വചനം എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. നാമും ഒരു പരിധി വരെ ധരിച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ സഭ പഠിപ്പിക്കുന്ന വചനത്തെ കുറിച്ചുള്ള പ്രത്യേകമായ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ വചനം എന്താണ്? ജഡമായി തീർന്ന വചനം അതെന്താണ്? യേശു തമ്പുരാൻ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധനായ യോഹന്നാൻ തന്റെ ലേഖനം 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നത്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, ചെവി കൊണ്ട് കേട്ടു, കൈ കൊണ്ട് തൊട്ടു, ജീവന്റെ വചനം. അപ്പോൾ എന്താണ് ആ വചനം? യേശു ക്രിസ്തു. സഭയുടെ പഠിപ്പിക്കലിൽ പ്രധാനമായും വചനത്തെ കുറിച്ചുള്ള പഠിപ്പിക്കൽ ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്ത് കണ്ണുകൊണ്ട് കണ്ടതും കൈ കൊണ്ട് തൊട്ടതും ചെവി കൊണ്ട് കേട്ടതുമായ ജീവന്റെ വചനം. ആ വചനം തമ്പുരാൻ ഒരു ദിവസം രാത്രിയിൽ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി അപ്പം വാഴ്ത്തി കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. കാസ വാഴ്ത്തി കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഇതെന്റെ രക്തമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് 53, 54 ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണാം, എന്റെ ശരീരം ഭക്ഷിക്കാതെയും എന്റെ രക്തം പാനം ചെയ്യാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. അപ്പോൾ നിത്യജീവന്റെ അടിസ്ഥാനം എന്താണ്? വചനം തമ്പുരാൻ, ജഡമായി തീർന്ന വചനം തമ്പുരാൻ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകപ്പെടുന്ന കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവുമാണ് ജീവന്റെ ആധാരം, ജീവന്റെ ആത്മം. അപ്പോൾ നാം എന്തിനാ ദേവാലയത്തിലേക്ക് പ്രത്യേകിച്ചും ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നത്?
ഈ ജീവന്റെ അപ്പത്തിൽ ഭാഗഭാക്കുകളാകുവാനായിട്ട്. ഈ ജീവന്റെ അപ്പമാണ് വിശുദ്ധ മാമോദീസായിലൂടെ നിത്യജീവന്റെ ആരംഭം കുറിച്ച നാം. ആ വളർച്ചയിലാണ് അതിന്റെ പൂർത്തീകരണം എന്നാണ് ഉണ്ടാകുന്നത്. അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവില്ല. അതുവരെയും വളരുന്നത് എന്തുകൊണ്ടാണ്? കൂദാശകൾ കൊണ്ടാണ്. ആ കൂദാശകളിൽ പ്രധാനം എന്താണ്? വിശുദ്ധ കുർബാനയാണ്. ദേവാലയത്തിൽ എന്തിനാണ് വരുന്നത്? വിശുദ്ധ കുർബാന കാണാനാണ്, പിന്നെ അനുഭവിക്കാൻ. വിശുദ്ധ കുർബാന അനുഭവിക്കാനാണ് ദേവാലയത്തിൽ വരുന്നത്. എന്നാൽ നമ്മൾ എത്ര പേര് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട്? അനുഭവിക്കുന്നവർ തന്നെ എത്ര പേര് ഒരുങ്ങി അനുഭവിക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നു ഒരുങ്ങാതെ അനുഭവിക്കുന്നതാണ് ഏറ്റവും അപകടം. അനുഭവിക്കേണ്ടതെന്നല്ല അച്ഛൻ പറഞ്ഞത്. ആരാധനയ്ക്ക് ദേവാലയത്തിൽ വരുന്നത് എന്തിനാണ്? ഇതിൽ ഭാഗഭാക്കുകളാകുവാനായിട്ടാണ്, അല്ലാതെ കാണാനായിട്ടല്ല. ഇപ്പോ ഇതൊരു പള്ളി വരിക എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് എ സോഷ്യൽ ഗ്യാദറിംഗ്. ചില എന്തൊക്കെ ബിസിനസ് അവിടെ നടക്കുന്നില്ല. CD ഒക്കെ കൈമാറുന്നത് പള്ളി വരുമ്പോഴാണ്. പല എക്സ്ചേഞ്ചസ് ഇവിടെ നടക്കുന്നത്. Now it became a social gathering than a sacramental thing. നമ്മൾ ദേവാലയത്തിൽ വരുന്നത് നിത്യജീവന്റെ പുതുക്കത്തിന് വേണ്ടിയിട്ട്, അത് തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുക്കത്തോടു കൂടി അനുഭവിക്കണമെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, തിരുശരീര രക്തങ്ങൾ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമുണ്ട്. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമാകരുത്. അതെങ്ങനെ? തിരുശരീര രക്തങ്ങൾ ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമാകുന്നത് നിത്യജീവന്റെ അനുഭവത്തിനു വേണ്ടി കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന എങ്ങനെയാണ് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമാകുന്നത്? പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. നിങ്ങൾ ഭവനത്തിൽ പോയി അത് വായിച്ചു നോക്കണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ വിചാരം. അവിടെ പറയുന്നുണ്ട്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുക. ശോധന ചെയ്യാതെ ഇത് അനുഭവിച്ചാൽ ന്യായവിധി കൂടെ ഉണ്ടാകും. അങ്ങനെ നിങ്ങളിൽ ചിലർ രോഗികളായിട്ടുണ്ട്, ചിലർ മരിച്ചു പോയിട്ടുണ്ടെന്ന് പോലും സ്നേഹം. അതുകൊണ്ടായിരിക്കാം നമ്മുടെ അവർ അധികം കുർബാന അനുഭവിക്കാതെ. നമ്മൾ തീർച്ചയായും ഏറ്റവും കുറഞ്ഞത് സഭയുടെ പാരമ്പര്യം അനുസരിച്ച് തലേന്ന് വൈകുന്നേരം മുതലെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും അത് അനുഭവിക്കാനായിട്ട് തയ്യാറാകുകയും. എൻ്റെ വല്യപ്പച്ചൻ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. 99-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ രോഗിയായിട്ട് കിടന്നു. അതുവരെ പ്രായമായതിനു ശേഷം ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ ദേവാലയത്തിൽ കൊണ്ടുപോകും. ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, ദേവാലയത്തിൽ പോകുന്നതിന് മാത്രമായി ഒരു ജോഡി ഡ്രസ്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഞായറാഴ്ചകളാണെങ്കിൽ തലേന്ന് വൈകുന്നേരം തന്നെ പ്രത്യേക ഒരുക്കങ്ങൾ. നമുക്കിതൊക്കെ ഇന്ന് അന്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്ക് പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ശനിയാഴ്ച വൈകുന്നേരമാണ് നമ്മുടെ സോഷ്യൽ ഗാദറിംഗ് ഒക്കെ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരുങ്ങുന്നത്? അപ്പൊ അതുകൊണ്ട് ചിലർ തീരുമാനിച്ചു വലിയ ഒരുക്കമൊന്നുമില്ല, അതുകൊണ്ട് ഞായറാഴ്ച കുർബാന അനുഭവിക്കുന്നു. ചിലർക്ക് അതും ബാധകമല്ല. നമ്മൾ ഈ പറയുന്ന എല്ലാ കലാപരിപാടിക്കും പോവുകയും ചെയ്യും, ഞായറാഴ്ച വന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ദാനത്തെ ഒരുക്കത്തോടുകൂടി സ്വീകരിച്ചാൽ തീർച്ചയായും അനുഗ്രഹം. അതിനുവേണ്ടി നമ്മൾ കുടുംബമായിട്ട് ഒരുങ്ങണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. നിങ്ങളുടെ ചെറുപ്പത്തിലും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോരുന്നതിന് മുമ്പും നിങ്ങൾക്ക് അനുഭവമുള്ളത് എന്താ? എനിക്കുണ്ടായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരമായ പള്ളിക്കൂടത്തിലേത് പഠിക്കാൻ പാടില്ല. എന്ത് പഠിച്ചുകൊള്ളണം? സൺഡേ സ്കൂളിലേത് പഠിച്ചുകൊള്ളണം. ശനിയാഴ്ച വൈകുന്നേരം മുതൽ അന്ന് റേഡിയോ ഉള്ളു. ഞങ്ങളുടെ ചെറുപ്പത്തിൽ റേഡിയോ കേൾക്കാൻ പാടില്ല. കാരണം എന്നാ? പിറ്റേ ദിവസം കുർബാനയാണ്, ഒരുങ്ങിക്കൊള്ളണം. രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി പള്ളിയിൽ പോയിക്കൊള്ളണം. എല്ലാ ദിവസവും വൈകുന്നേരമോ രാവിലെ പ്രത്യേകിച്ച് മുറ്റമടിക്കുന്ന അമ്മ ഞായറാഴ്ചയായതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരമേ മുറ്റമടിച്ചിടുകയാണ്. എന്താ? നാളെ രാവിലെ ഇത് ചെയ്യാനായിട്ട് പാടില്ല. ഒരുക്കമാണ്.
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നതൊക്കെ അതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമുക്ക് നിത്യജീവന്റെ അനുഭവത്തിലുള്ളതെല്ലാം ഈ സഭയിലൂടെ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, തിരുശരീര രക്തങ്ങൾ ഒരുക്കത്തോടു കൂടി വന്ന് അനുഭവിക്കുക. നിത്യജീവന്റെ അനുഭവം ഉണ്ടാകുന്നത് പോലെ തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ പല രോഗങ്ങളും മാറിക്കും. പരിശോധിച്ച് നോക്കിയാൽ മതി. ഇത് വെറുതെ അനുഭവിക്കും. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ക്രിസ്മസ് ആഘോഷിച്ചത് കുന്നംകുളത്തുള്ള ഒരു ദേവാലയം. എനിക്ക് വളരെ ദുഃഖം തോന്നി. ഞാൻ ക്രിസ്മസിന്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ആരാധനയിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചത് മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന 4 പേര്. ഞാൻ പ്രധാന ശുശ്രൂഷകനോട് ചോദിച്ചു, ഇവിടെ എന്നാ ഇങ്ങനെ? അയാൾ ഒരു സത്യം പറഞ്ഞു. അത് 100% എനിക്ക് അംഗീകരിക്കാൻ ഒക്കില്ലെങ്കിലും അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ വിശുദ്ധ കുർബാന അനുഭവിക്കുകയാണെങ്കിൽ ഒരു ശരിയായ ഒരുക്കമുണ്ട്. വെള്ളിയാഴ്ച ഉപവസിക്കാമെങ്കിൽ ഉപവസിക്കും, ശനിയാഴ്ച അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാകും, ഞായറാഴ്ച വന്ന് കുമ്പസാരമൊക്കെ നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കും. അതാച്ച ഈ ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല. ആ മനുഷ്യന്റെ ഒരു ആത്മാർത്ഥത എനിക്ക് തോന്നുന്നു. ഒരുക്കത്തോടു കൂടെ മാത്രമേ ഇത് അനുഭവിക്കാവൂ എന്ന് അദ്ദേഹത്തിന് തോന്നി, അല്ലെങ്കിൽ ആ ഒരു ഇടവകയ്ക്ക് തോന്നിയെങ്കിൽ അതിനെ തെറ്റ് പറയാനായിട്ടൊക്കെ. എന്നാൽ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. ഈ ശരീരം ഭക്ഷിക്കാതെയും ഈ രക്തം പാനം ചെയ്യാതെ ഇരുന്നാൽ ജീവനില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇത് അനുഭവിച്ചാൽ മതിയാകും. ഇത് അനുഭവിക്കുന്നതിന്റെ കണ്ടീഷൻ എന്താണ്? ഒരുക്കത്തോടു കൂടി അനുഭവിക്കണം. ഈ ഒരു പാരമ്പര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഞാൻ പറയും, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോഴും ചില പഴമകളിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന്റെ കൃപകൾ അനുഭവിക്കുവാനായിട്ടുള്ള മുഖാന്തരങ്ങൾ സഭ നൽകുമ്പോൾ അത് അനുഭവിക്കുന്നതിന് നമുക്ക് ഇടയാകുന്നുണ്ടോ? വിശുദ്ധ കുമ്പസാരം ഇതിനോട് ചേർത്ത് പറയേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലും ഇവിടെയും അനന്യം നിന്നു പോകുന്ന ഒരു ശുശ്രൂഷ കുമ്പസാരിക്കുക. എന്തിനാണ് കുമ്പസാരിക്കുന്നത്? ജന്മദിനത്തിന് ചിലർക്ക് കുമ്പസാരിക്കും. ഇവിടെ അങ്ങനെ കണ്ടിട്ടുണ്ട്. നാട്ടിൽ പ്രത്യേകമായിട്ട് ഭരണഘടന അനുസരിച്ച് കുമ്പസാരിച്ചവർ മാത്രമേ പൊതുയോഗത്തിൽ ഇരിക്കാവൂ എന്നുള്ളത് കൊണ്ട് ഒരു കുമ്പസാരം അങ്ങനെ നടത്തുന്നവരുണ്ട്. പിന്നെ ഒരാളുടെ കുമ്പസാരം നടത്തും. വിശുദ്ധ കുമ്പസാരം സഭ നൽകിയിരുന്ന അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷയാണ്. ഇന്നെന്താ പറ്റി? കുമ്പസാരം വേണ്ട, പിന്നെ ഇന്നെന്ത് മതി? കാശ് കൊടുത്ത് കൗൺസിലിംഗ് കിട്ടും. ഞാനും പഠിച്ചത് കൗൺസിലിംഗ്. അവിടെ എന്നാ ചെയ്യുന്നത്? ഞാൻ പറയും കുമ്പസാരമാണ്. അവിടെ പാപപരിഹാര പ്രാർത്ഥന നടത്താനായിട്ട് അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പൊ സഭയുടെ ആരാധനയുടെയും ജീവിതത്തിന്റെയും ഭാഗമായിരുന്ന ഈ വിശുദ്ധ കുമ്പസാരത്തെ നമ്മൾ ഉപേക്ഷിക്കുകയും കാശ് കൊടുത്ത് കൗൺസിലറുടെ അടുത്ത് പോവുകയും ചെയ്യും. പാപപരിഹാരം കിട്ടുമോ? അതുമില്ല. അങ്ങനെ ധാരാളം കാര്യങ്ങൾ. കുമ്പിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് സഭയുടെ ഒരു പാരമ്പര്യമാണ്. കുമ്പിടിയിൽ മാറ്റി വയ്യ. അപ്പൊ എന്താ പറ്റി? കൊളസ്ട്രോൾ വർദ്ധിച്ചു, ഹാർട്ടിന്റെ പ്രോബ്ലം വർദ്ധിച്ചു. ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ എന്താ പറഞ്ഞു? രാവിലെ വൈകിട്ട് നടക്കാൻ, അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യാൻ. നാട്ടിലൊക്കെ ഇപ്പൊ നടക്കുന്നവരെ മുട്ടിയിട്ട് നമുക്ക് നടക്കാൻ വയ്യ. റോഡിൽ കൂടെ രാവിലെ ഒക്കെ എത്ര ഓട്ടോ. ഞാൻ പറയാറുണ്ട്, നാട്ടിൽ പറയാറുണ്ട്, അവരൊക്കെ മരിക്കാതിരിക്കാൻ വേണ്ടി ഓടുന്നു, പാവപ്പെട്ടവർ ജീവിക്കാൻ വേണ്ടി. കുമ്പിട്ട് പ്രാർത്ഥിച്ചാൽ ഏകദേശം 56 കുമ്പിടണം ഒരു ദിവസം. സാധാരണ ദിവസങ്ങളിൽ കുമ്പിട്ട് പ്രാർത്ഥന. കുമ്പിടുന്നത് എക്സർസൈസ് അല്ല എങ്കിൽ തന്നെ കുമ്പിട്ട് പ്രാർത്ഥിച്ചാൽ പിന്നെയും ഓടണം വേണ്ടെന്നായിരുന്നു. അപ്പൊ അത് ആരാധനയുടെ ഭാഗമായി, ജീവിതത്തിന്റെ ഭാഗമായി. പിന്നെ ഡയറ്റിങ്. പിതാക്കന്മാർ പറഞ്ഞത് ഫാസ്റ്റിംഗ്. ഇപ്പൊ എന്നാ മതി? ഡയറ്റിങ്. എന്നാ പ്രശ്നം? മുമ്പ് പറഞ്ഞ ഡോക്ടർ പറയും കൊളസ്ട്രോൾ കൂടുതലാണ്, അതുകൊണ്ട് കഴിക്കാൻ പാടില്ല. അച്ഛാ എങ്ങനെയാ ഇറച്ചി കഴിക്കാതെ ജീവിക്കും? ചിലർ ചോദിക്കാറുണ്ട്, എങ്ങനെയാ ഇറച്ചി കഴിക്കാതെ ജീവിക്കും? കഴിഞ്ഞതിന് മുമ്പിലത്തെ വലിയ നോയമ്പിന്റെ സമയത്താണ് ബേർഡ് ഫ്ലൂ പിടിച്ചത്. അന്നാർക്കും ഇറച്ചി
ദൈവം ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നത്. നോയമ്പിന്റെ അടുത്ത സമയത്ത് കോട്ടയത്തൊക്കെ ഫ്രീ ആയിട്ട് ഇറച്ചി വാർത്ത കൊടുത്തു. വേണ്ട, ആർക്കും വേണ്ട. അപ്പൊ ഇറച്ചി കഴിക്കാതെ ജീവിക്കാമോ? ജീവിക്കും. എൻ്റെ ഒരു സ്നേഹിതൻ ഈ സുനാമി കഴിഞ്ഞ പിന്നെ മീൻ കഴിക്കരുത്. ഞാൻ അവനോട് ചോദിച്ചു എന്നാടാ? അപ്പൊ അവനെന്നോട് പറഞ്ഞ സുനാമിക്ക് ശവമൊക്കെ തിന്നു. ഞാൻ അവനോട് ചോദിച്ചു, സുനാമി വരുന്നതിന് മുമ്പ് ഈ മീൻ നട്ട്സ് ഓട്സും ഒക്കെ കഴിച്ചായിരുന്നല്ലോ ജീവിച്ചോണ്ടിരുന്നത്. അപ്പൊ മീൻ കഴിക്കാതെ ജീവിക്കാം, ഇറച്ചി കഴിക്കാതെ ജീവിക്കാം. നമ്മൾ ചുമ്മാ പറയുന്നതാണ് ഇതൊക്കെ തരുന്നത്. സഭ അനുവർത്തിച്ചു വന്നിരുന്ന ഈ പറയുന്ന ഉപവാസ ക്രമം നമ്മൾ തെറ്റിച്ചു. എന്നിട്ട് ഇപ്പോൾ ആര് പറയണം? ഡോക്ടറെ അടുത്ത് പോകണം, അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ ആഴ്ചകൾ വേണം. അപ്പോയിന്റ്മെന്റ് കിട്ടിയാലും എത്ര ഡോളർ ചെലവാക്കണം? എന്തിനാ പോകുന്നത്? ഡോക്ടർ എന്താ പറയുന്നത്? പിതാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം പറയും എന്ന് പറയും. അതിനെ വേടം മാറ്റിയെന്നേ ഉള്ളൂ, ഡയറ്റിംഗ് ആക്കിയതേ ഉള്ളൂ. പിതാക്കന്മാർ പറഞ്ഞ ഫാസ്റ്റിംഗ്, നോമ്പ് നോക്കണം, ഉപവസിക്കണം എന്ന് പറഞ്ഞു. അതിനെ നഷ്ടപ്പെടുത്തിയ ഒരു സമയം. അതിലേക്ക് വരാനായിട്ട് പല മാർഗങ്ങളായി ഇപ്പോൾ വേറെ. ഞാൻ പറഞ്ഞത് തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഒരുക്കത്തിന്റെ ഭാഗങ്ങൾ നമസ്കാരം, കുമ്പിടിയില്, ഉപവാസം, പ്രാർത്ഥന, ഇതൊക്കെ അത് ക്രമമായി നിർവഹിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ നിത്യജീവന്റെ അനുഭവം ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ ഭൗതിക ജീവിതത്തിൽ തീർച്ചയായും ശരീര സൗഖ്യവും മനസ്സിന്റെ സുഖവും ഒക്കെ ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു പോകുക. ഇതിനെ വളരെ നിസ്സാരമായി കാണാം. ആരാധനയിൽ വരുമ്പോൾ തീർച്ചയായും രാവിലെ തന്നെ ഇവിടെയും എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രഭാത നമസ്കാരം നടത്തുന്ന എത്ര പേരുണ്ട് പള്ളിയിൽ? പ്രഭാത നമസ്കാരം പോകട്ടെ, തുബ്ദേവ് വായിക്കുന്നവൻ വരെയും എത്ര പേരുണ്ട്? ഞാനൊരു പള്ളിയിൽ ചാത്തും നീതിയതിൻ്റെ ആചാര്യന്മാരും എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന ചൊല്ലി ധൂപം വെച്ച് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വന്നപ്പോൾ ഒരു കുടുംബം കാറിൽ വന്ന് പുറകിൽ ഇറങ്ങുന്നത് കണ്ടു. അപ്പോഴേക്കും കുർബാന എത്രമാത്രം തീർന്നു അല്ലേ? അവരും പള്ളിയിൽ വന്നാൽ അവരോട് പള്ളിയിൽ വന്നു എന്ന് ചോദിച്ചാൽ അവരെന്നാ പറയും? പള്ളിയിൽ പോയി. കൃപ കിട്ടിയോ? അതെനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല, കർത്താവ് കൃപ. പക്ഷെ അവരും പള്ളിയിൽ പോയല്ലോ. എപ്പോഴാണ് പോയത്? എപ്പോഴെങ്കിലും ചെന്നാൽ മതി. നമസ്കാരം അച്ഛനെ ശുശ്രൂഷക്കാർക്കും ഉള്ളതാണ്. സന്ധ്യാപ്രാർത്ഥന അതില്ലെങ്കിലും പ്രശ്നമില്ല. അതുകൊണ്ട് എന്താ ഉണ്ടായത്? തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും കൃപ കിട്ടുന്നില്ല. എൻ്റെ ഒരു കണ്ടുപിടുത്തം, എൻ്റെ ഒരു കൺക്ലൂഷനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങി ഞായറാഴ്ച ആരാധനയ്ക്ക് വരിക, കുടുംബമായിട്ട് ഒരുങ്ങി വരിക. ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് നൽകുവാനായിട്ടുള്ള സന്ദേശം. അത് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കും. ഈ ലോക ജീവിതത്തിൽ പ്രത്യേകമായി നമുക്ക് വലിയൊരു ചൈതന്യം ഉണ്ടാകും. അതിന് നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള താല്പര്യം കാണിക്കും. വളരെയധികം കാര്യങ്ങൾ കർത്താവ് അതിനോട് ചേർന്ന് പറയുന്നുണ്ട്. അവസാന നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊക്കെയും ആ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഞാൻ മുമ്പ് ആമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വചനം എന്ന് പറയുന്നത് തിരുശരീര രക്തങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ എഴുതപ്പെട്ട വചനമില്ലേ? അതാണ് വേദപുസ്തകം. പെന്തക്കോസ്തൽ സഭാ വിഭാഗങ്ങളും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഇവിടെയുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രധാന ത്രോണോസിൽ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ വിഭജിക്കപ്പെടുന്നു. അതിനോട് ചേർന്നൊരു ത്രോണോസ് ഉണ്ട്. അതിനെ ത്രോണോസ് എന്നല്ല പറയുന്നത്, എവങ്കേലിയം മേശ. പിന്നെ ഈ സൈഡിലുള്ള ത്രോണോസ് ഒക്കെ ഏത് പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതാണെന്നുള്ളത് ഞാനൊരു കോൺട്രവേഴ്സി ഇവിടെ ഉണ്ടാക്കുന്നില്ല. അതിനെക്കുറിച്ച് ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും പാരമ്പര്യവും പഠിച്ചാൽ ഇതൊന്നും അന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ നമ്മുടെ എല്ലാ പള്ളികളിലും ഇപ്പൊ സൈഡിൽ 3, 5, 7 ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു ത്രോണോസേ ഉണ്ടായിരുന്നുണ്ട്. ചരിത്രം പഠിക്കണം, സഭയുടെ ആരാധനയുടെ ചരിത്രം കൂടെ പഠിക്കണം. അതൊന്നും ആയിക്കൊള്ളട്ടെ. പക്ഷെ ആ പ്രധാന ത്രോണോസിൽ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ വിഭജിക്കുകയും അതിനോട് ചേർന്നിരിക്കുന്ന വിശുദ്ധ എവങ്കേലിയം, അതിൽ വചനം, എഴുതപ്പെട്ട വചനം വചന ശുശ്രൂഷയിലൂടെ, പ്രബോധന ശുശ്രൂഷയിലൂടെ വിഭജിക്കുകയും ചെയ്യുകയായിരുന്നു ആരാധനയിൽ നടന്നത്. അത് എപ്പോഴായിരുന്നു നടന്നുകൊണ്ടിരുന്നത്? അതിന്ന് നടക്കുന്നത് ബന്ധമാസത്തിന് വേണ്ടി നമ്മുടെ പള്ളി വരുമ്പോൾ മാത്രമേ ഉള്ള പാരമ്പര്യമുള്ളൂ. എപ്പോഴാണ്? വിശുദ്ധ എവങ്കേലിയം വായന കഴിഞ്ഞാൽ ഉടനെ പ്രബോധന ശുശ്രൂഷ, വചന പ്രഘോഷണം. എന്താ പ്രഘോഷിക്കുന്നത്? വായിച്ച വചനത്തിന്റെ വ്യാഖ്യാനം
അതിൻ്റെ ധ്യാനം, അതിനുശേഷമാണ് ആരാധനയിലേക്ക് പ്രവേശിക്കേണ്ടത്. വചന ശുശ്രൂഷയിലൂടെ ആരാധിക്കുന്ന സമൂഹത്തെ ഒരുക്കി, വചന ശുശ്രൂഷയിലൂടെ ഒരുക്കി ഈ പ്രധാന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു ഉണ്ടായിരുന്നു. നമ്മളിന്ന് ഏതെങ്കിലും തൊട്ട് ചേർന്ന് പ്രസംഗിച്ചാൽ ആര് കേൾക്കും? നമ്മുടെ ഈ ഭിത്തി, ഈ കസേര കേൾക്കും. കാരണം എന്താ? നമ്മളിൽ പലരും അത് കഴിഞ്ഞാണ്. അതുകൊണ്ട് സൗകര്യാർത്ഥം പറ്റി ഇതങ്ങ് അങ്ങോട്ട് മാറ്റി വെച്ചു. അവിടെയും വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛാ എത്രയും പെട്ടെന്ന് ഇതൊന്ന് തീർത്ത് കിട്ടിയാൽ മതി. ഇങ്ങനെ പോകുന്നു നമ്മുടെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയിൽ തിരുശരീര രക്തങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആധ്യാത്മികതയും അതിനോട് ചേർന്ന് എഴുതപ്പെട്ട വചനം, ഞാൻ പറയും ലോകത്തിൽ ഒരു പാരമ്പര്യത്തിലും ഇതുപോലെ വേദപുസ്തകത്തെ ബഹുമാനിക്കുന്ന ഒരു പാരമ്പര്യമില്ലെന്ന് ഞാൻ പറയും. ഏവെങ്കിലും വായിക്കാൻ വരുമ്പോൾ കത്തിച്ചു പിടിച്ച മെഴുകുതിരികളോടെ മണിയും മർവസായും കലക്കി പുരോഹിതൻ സുവിശേഷവും പേറി ശുശ്രൂഷകാരോട് ഓർമ്മിപ്പിക്കട്ടെ, ധൂപം ഇടേണ്ടതും അവിടെ നിന്ന് തന്നെയാണ്. ത്രോണോസിന്റെ മുമ്പിൽ നിന്ന് തന്നെ ധൂപവും ഇട്ട് ധൂപവും വീശിയാണ് ഏവെങ്കിലും ആഘോഷമായിട്ട് സഭ കൊണ്ടുവരുന്നത്. അതിനുശേഷം ജനത്തെ ആശീർവദിച്ച് ഈ വേദപുസ്തകം വണങ്ങി മുത്തി ആണ് ഇത് വായിക്കുന്നത്. ഇതുപോലെ വേദപുസ്തകത്തെ ബഹുമാനിക്കുന്ന ഒരു സഭയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വീണ്ടും എനിക്കറിയില്ല നമ്മൾ എത്ര പേര് അതിനെ ആ നിലയിൽ കാണുന്നുണ്ട് എന്ന്. എത്ര പേര് ഇതുവരെയായിട്ട്, ഞാൻ ഇന്നലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങളോട് തന്നെ ചോദിക്കുക, എത്ര പേര് വേദപുസ്തകം ദിവസവും വായിക്കും? ഒരു വാക്യം, ഒരാവർത്തിയെങ്കിലും വായിച്ച എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, എനിക്ക് അധിക സമയം തന്നിട്ടില്ലെങ്കിലും ഞാൻ വേദപുസ്തകം മുഴുവൻ വായിക്കാനായിട്ടിടയായത് ഞങ്ങളുടെ വീടിനടുത്തുണ്ടായ ഒരു രാമൻകുട്ടി എന്ന് പറയുന്ന കുറവ വർഗത്തിലെ ഒരു മനുഷ്യന്റെ ചാലഞ്ചാണ്. ഞാനന്ന് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയം, 8ാം ക്ലാസ് മുതൽ ഞാൻ മർബഹായിൽ ശുശ്രൂഷിക്കുന്നു. എൻ്റെ വീടിനടുത്തുള്ള രാമൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എന്നോട് ചോദിച്ചു, എൻ്റെ വീട്ടിലെ പേര് ബിനു. അയാൾ എന്നോട് ചോദിച്ചു, ബിനു നീ വേദപുസ്തകം ഒരാവർത്തിയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടില്ല. രാമൻകുട്ടി എന്നോട് പറഞ്ഞു, അങ്ങനെ 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഹിന്ദു രാമൻകുട്ടി. അയാളിപ്പം വീണ്ടും പല പ്രാവശ്യം വായിച്ചു. പക്ഷെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. ഇതൊരാവർത്തിയെങ്കിലും ഒന്ന് വായിച്ചു തരണം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് വായിക്കുന്നത്. ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, നമ്മൾ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരാവർത്തിയെങ്കിലും ഇതൊന്ന് വായിച്ചു തീർക്കാനെങ്കിലും സാധിക്കുമോ നമുക്ക്? വീടുകളിൽ ചെന്നാൽ വേദപുസ്തകത്തിന്റെ ബഹളമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പല വേദപുസ്തകങ്ങളും തുറന്നു വരത്തില്ല, പേജ് ഇളകി വരത്തില്ല. കാരണം ഒരിക്കലും അത് നോക്കത്തില്ല. പണ്ട് കാലങ്ങളിൽ ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അതിനകത്ത് റേഷൻ കാർഡൊക്കെ വെക്കുമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ വേദപുസ്തകത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പൊ എഴുതപ്പെട്ട വചനം, അതിന്റെ വായനയും ധ്യാനവും അത് വിശുദ്ധ കുർബാനയിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് 2 കാര്യമാണ്. ഒന്ന്, നിത്യജീവന്റെ അനുഭവം കർത്താവിലൂടെ മാത്രമാണ്. തിരുശരീര രക്തങ്ങളുടെ അനുഭവത്തിലൂടെയാണ്. അത് ഒരുക്കത്തോടുകൂടി അനുഭവിച്ചാൽ തീർച്ചയായും അതിന്റെ ഫലം നമുക്കുണ്ടാകും എന്നാണ്. രണ്ടാമത് പറയുവാനായിട്ട് ശ്രമിച്ചത്, വചനം എന്ന് പറയുന്നത് ജഡമായി തീർന്ന വചനവുമുണ്ട്, എഴുതപ്പെട്ട വചനവുമുണ്ട്. എഴുതപ്പെട്ട വചനം, വിശുദ്ധ വേദപുസ്തകം, അതിന്റെ വായന, ധ്യാനം, ഇതൊക്കെയും വളരെ അത്യാവശ്യമാണ് നമ്മുടെ ആധ്യാത്മികതയിൽ. അതും നമ്മെ വിശുദ്ധ കുർബാനയിലേക്ക് നയിക്കാനായിട്ട് ഉതകും എന്നുള്ള കാര്യം ഓർക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കാതെ എൻ്റെ രക്തം പാനം ചെയ്യാതെ ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. ഈ ജീവന്റെ ആധാരമായ തിരുശരീര രക്തങ്ങൾ ഒരുക്കത്തോടെ അനുഭവിക്കുവാൻ നമുക്കിടയാകും. അതോട് ചേർന്ന് തിരുവചനത്തിന്റെ വായനയും ധ്യാനവും സഭാജീവിതത്തിൽ അനുവർത്തിക്കേണ്ട, പ്രത്യേകിച്ച് നോമ്പിനെ കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു. എത്ര പേര് നോമ്പ് നോക്കുന്നുണ്ട് എനിക്കറിയില്ല. നോമ്പ് നോക്കുവാനും ഉപവസിക്കുവാനും ഞാൻ പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടും കുട്ടികളോടും പറയും, ആരോഗ്യമുള്ളപ്പോഴാണ് ഉപവസിക്കേണ്ടത്, ആരോഗ്യമുള്ളപ്പോഴാണ് നോമ്പ് നോക്കേണ്ടത്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് നോമ്പ് നോക്കാനൊക്കാത്ത, ഉപവസിക്കാനൊക്കാത്ത ഒരു സമയം ഇനി വരുന്നുണ്ട്. അന്നൊരു പക്ഷേ മരുന്ന് കഴിക്കണമായിരിക്കും, ആരോഗ്യമില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഇപ്പോൾ ഞാൻ നോമ്പ് നോക്കും.
ഇപ്പോൾ ഞാൻ ഉപവസിക്കും, ഇപ്പോൾ ഞാൻ കുമ്പിടും. യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വയസ്സാകുമ്പോൾ ഓർക്കാനായിട്ട് യൗവനത്തിൽ ഓർക്കണം, ആരോഗ്യമുള്ളപ്പോഴോ. എന്നെ കേൾക്കുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു നേരം ഉപവസിച്ചാൽ മരിച്ചു പോകത്തില്ല. നോമ്പ് നോക്കിയാൽ ഒന്നും നഷ്ടമുണ്ടാകത്തില്ല. നോമ്പ് നോക്കുവാൻ ഉപവസിക്കും. കർത്താവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നോമ്പിനാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും മാറിപ്പോയില്ല. സാത്താൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷണങ്ങളെ തരണം ചെയ്യാനാണ്, സാത്താനെ ഓടിക്കാൻ നോമ്പിന്റെ ഉപവാസത്തിന്റെ ശക്തി, തിരുശരീര രക്തങ്ങളുടെ ശക്തി നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരു വാക്ക് നന്ദി പറയാനുള്ള ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ മാത്യുവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇവിടെ വരാനായിട്ടുള്ള കാരണം. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറെ അധികം പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ എനിക്ക് കൂട്ടുകാരായിട്ട് കിട്ടി. അച്ഛനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, എന്നാലും ശരിക്കും ഓർക്കുന്നില്ലായിരുന്നു. ഹ്യൂസ്റ്റണിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അച്ഛനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ ദേവാലയത്തിൽ കയറിയപ്പോഴും എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നി. കാരണം നിങ്ങൾക്കത് എപ്പോഴും കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത്രയും പരിചയമുണ്ടോയെന്ന് എനിക്കറിയാം. ഈ ദേവാലയം വളരെ മനോഹരമായിരിക്കുന്നു. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു അഭ്യർത്ഥന കൂടെ, ഈ ദേവാലയം മനോഹരമായിരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതും മനോഹരമായിരിക്കാനായിട്ട് ഇടയാകട്ടെ. അതുകൊണ്ട് ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ ശ്ലാഘിക്കുന്നു. ഇത് ധാരാളം കാര്യങ്ങൾ ഈ ദേവാലയം പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴെല്ലാം മനസ്സിലുണ്ടായിരുന്നു NGOCSM വേണ്ടി ചില കാര്യങ്ങൾ പറയണം. അത് പണവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അത് പറയുന്നില്ലെന്ന് വിചാരിച്ചിരിക്കും. കാരണം നിങ്ങൾ ധാരാളം കാര്യങ്ങൾ ഒരുക്കി ഭദ്രാസനത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. തിരുവേലി വന്ന് പോയതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രോജക്റ്റുകളൊന്നും തന്നെ പറയുന്നില്ല. പക്ഷെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഒരവസരം ചെയ്യാനായിട്ട് കഴിയുമെങ്കിൽ NGOCSM വേണ്ടി ഒരു വർഷത്തെ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ച അച്ഛൻ്റെ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. NGOCSM കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയട്ടെ. എടുത്തോട്ടെ സമയം. നമ്മുടെ അച്ഛൻ ഷിക്കാഗോയിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്. വരുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് ഷിക്കാഗോയിൽ നിന്ന് എൻ്റെ കസിനെ വിളിച്ച് ചോദിച്ചു, ഞങ്ങളുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നില്ല. കാരണം അവിടെ പള്ളി വികാരി MK തോമസ് അച്ഛനും അസിസ്റ്റന്റ് വികാരി പുലിക്കോട്ടിൽ അച്ഛനാണ്. അവർ രണ്ടുപേരെ അറിയാൻ പറ്റും. ഇല്ല, അവരില്ലാന്ന് ഞാൻ പറഞ്ഞു. അല്ല, അച്ഛൻ പറഞ്ഞല്ലോ വരുന്നുണ്ട്. പിന്നെ ആലോചിച്ചപ്പോഴാണ് പറഞ്ഞത് ബിനുവച്ചൻ വരാൻ. ബിനുവച്ചൻ വരുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, അദ്ദേഹം പറയാ അത് ഞങ്ങളുടെ അച്ഛനാണ്. അച്ഛൻ 2 വർഷം മുമ്പ് വികാരിയായിട്ട് അവിടെ നിന്ന് പോയതാണ്. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ അച്ഛൻ എന്നൊരു ചിന്തയാണ് അവർക്ക്. അപ്പോൾ അച്ഛൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആളുകളോട് അത്ര ഇടവകക്കാരോട് അത്ര ഇടപഴകിയത് കൊണ്ടാണ് അദ്ദേഹം ഞങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്നത്. ഇപ്പോഴും എനിക്ക് അച്ഛൻ 5 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. അവിടെ അച്ഛൻ ഡോക്ടറേറ്റ് ചെയ്തത് ഷിക്കാഗോയിലാണ്. അച്ഛൻ ഇപ്പോൾ NGOCSM സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അച്ഛൻ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞാനത് പറയുകയാണ്. NGOCSM സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് 100 വർഷം തികയ്ക്കുകയാണ് അടുത്ത വർഷം. അവർ പല പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പഠിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായ വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യുക. അവർ 1 വർഷത്തെ ഫീസ് കൊടുക്കുക. അത് ഒരു 5000 രൂപയാകും. അതുപോലെ തന്നെ നേഴ്സിംഗ് സ്റ്റുഡൻസിന് ലോൺ കൊടുക്കുക. നമുക്കറിയാം, നാട്ടിൽ ഒരു ബാങ്കിൽ നിന്നൊക്കെ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്ഥലവും റേഷൻ കാർഡും കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്ത് എന്നാലും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ അടുത്ത നാളിൽ പേപ്പറിലുണ്ടായിരുന്നു, ഈ എൻജിനീയറിങ്ങിന് പഠിക്കാൻ പോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ അപേക്ഷിച്ചിട്ട് കിട്ടിയില്ല. ആ കുട്ടി എന്ത് ചോദിച്ചാൽ ഈ കോളേജിൻ്റെ മേളിൽ നിന്ന് എഴുതി സൂചിച്ചടിക്കും. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ
ഈ NGOs ചെയ്യുവാൻ സാധിക്കും. അവർ ലോണിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു വർഷം അപ്ലൈ ചെയ്യുന്ന പലർക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്താൽ അവരത് ഭംഗിയാക്കി നമുക്ക് പോയി ചെയ്യാൻ സാധിക്കാത്തത്. അതേപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യം ഇല്ല. നമ്മളെല്ലാവരും കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ അച്ഛൻ പ്രത്യേകമായിട്ട് ഓർപ്പിയിട്ട് അച്ഛൻ കളക്ഷന് വേണ്ടി വന്ന ഒരാളല്ല. അച്ഛൻ മാത്യുവിനെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. എങ്കിലും ഈ സംരംഭത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുന്ന എല്ലാ ആളുകളും അത് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഒരു കുട്ടിയെങ്കിലും പഠിപ്പിക്കുവാനായിട്ട് ഒരു ഫാമിലിക്ക് സാധിക്കുമെങ്കിൽ സ്വർഗം സന്തോഷിക്കും. ബഹുമാനപ്പെട്ട അച്ഛനൊരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇപ്പോഴച്ഛൻ വീണ്ടും NGOSനെ കുറിച്ച് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ 100 വർഷം പൂർത്തിയാക്കുകയാണ് 2008. 1908 മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കാൻ പോയ നമ്മുടെ ചില യുവാക്കൾ അവിടെയുള്ള ചില കോൺഫറൻസുകളൊക്കെ സംബന്ധിച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു ചിന്തയാണ്, എന്തുകൊണ്ട് നമ്മുടെ സഭയിൽ ഇതുപോലെ ആയിക്കോട്ടെ. അങ്ങനെയാണ് അവർ ആ ചിന്തയുമായിട്ട് തിരിച്ചു വന്ന് സഭാ നേതൃത്വവുമായിട്ട് സംസാരിക്കുകയും 1908 ജനുവരി 1, 2, 3 തീയതികളിൽ തിരുവല്ല ബാലിക മഠത്തിൽ വെച്ച് ആദ്യത്തെ കോൺഫറൻസ് നടത്തുകയും ചെയ്തു. അതിനുശേഷം 1956 വരെ അത് കോൺഫറൻസുകളായിട്ട് തുടർന്നു. അതിനുശേഷം അത് പ്രസ്ഥാനമായി. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ യൂണിറ്റുകളുണ്ട്. ഞാൻ പറയാം, ഏറ്റവും ഭംഗിയായിട്ട് NGOs നടക്കുന്നത് അമേരിക്കയിലാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നത് അമേരിക്കയിലാണ്. ഈ എന്താണ് NGOs ചെയ്യുന്നതെന്ന് നിങ്ങൾ പലർക്കും അറിയാം. കാലം ചെയ്ത മധ്യസ്ഥിതിയൻ ഭാവാതിരിമനസ്സുകൊണ്ട് കുട്ടികളോട് ചോദിക്കുമായിരുന്നു NGOsന്റെ ഫുൾ ഫോം എന്തുവാണ്. കുട്ടികൾ പറയും മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻറ് മൂവ്മെന്റ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം ചോദിക്കും, എപ്പോൾ മീറ്റിംഗ് ഉണ്ടെങ്കിലും അദ്ദേഹം ചോദിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. മിക്കവാറും കുട്ടികളൊക്കെ പറയും മാർ ഗ്രിഗോറിയോസ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ രീതി ഒരല്പം തിരിഞ്ഞു പോയോന്ന് എനിക്കൊരു സംശയം. കർത്താവിൻ്റെ സ്ഥാനം ഇപ്പോൾ പരിമല തിരുവേനിയൊക്കെ ഏറ്റെടുത്ത് പോയോ എന്ന്. അതുകൊണ്ടാണ് പിള്ളേരൊന്ന് പറഞ്ഞത്. തിരുവേനി ഇപ്പോഴും പറയുന്നത് അല്ല, ക്രിസ്ത്യനാണ്. NGOsന്റെ പ്രധാന ലക്ഷ്യമാണ് ടു മേക്ക് യു ഓർ ടു മേക്ക് എ ചൈൽഡ് എ ഗുഡ് ക്രിസ്ത്യൻ. അവരുടെ ആധ്യാത്മിക ജീവിതം ആഴമുള്ളതാണ്. സഭയുടെ വിശ്വാസത്തോട് അവരെ ചേർത്ത് കൊണ്ടുവരിക, അവരെ നല്ല പൗരന്മാരായി ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുക. ഇതൊക്കെയാണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആരാധന, പഠനം, സേവനം എന്നുള്ളത്. ഇതിന് ഹൈസ്കൂൾ കുട്ടികളുടെ പ്രത്യേക വിങ്ങുണ്ട്, ഹയർ സെക്കൻഡറി കുട്ടികളുടെ പ്രത്യേക വിങ്ങുണ്ട്, കോളേജ് പോസ്റ്റ് കോളേജ് വിങ്ങുണ്ട്, മെഡിക്കൽ ഓക്സിലറി ഉണ്ട്, മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ ഓക്സിലറി ഉണ്ട്, ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നത്. അങ്ങനെ വിവിധ വിങ്ങുകളിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. പലതരത്തിലുള്ള കോൺഫറൻസുകളും ക്ലാസ്സുകളും പല യൂണിറ്റുകളിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. റീജിയൻ വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പള്ളികളിൽ ഇതിൻ്റെ യൂണിറ്റുകളാകുന്നുണ്ട്. ഈ അമേരിക്കയിലുള്ളത് പോലെ പണ്ടത് കോളേജുകളിലും സ്കൂളുകളിലും മാത്രമായിരുന്നു. അതൊക്കെ മാറി വളരെ ശക്തമായ ഒരു പ്രസ്ഥാനമായിട്ട് ഇത് വളരുന്നു. ഈ പ്രസ്ഥാനത്തെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്നാണ് ഒന്നാമത് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനായിട്ടുള്ളത്. രണ്ടാമത്, ഈ സെന്ററുകളോടനുബന്ധിച്ച് ധാരാളം പ്രോജക്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞ അച്ഛനൊന്നും സൂചിപ്പിച്ചു. പക്ഷെ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രോജക്റ്റുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നമ്മുടേതായ ഒരു വേദപുസ്തകം ഇല്ല എന്നുള്ളത്. 2008 പ്രസിദ്ധീകരിക്കത്തക്കവണ്ണം പരിശുദ്ധ സുന്നകദോസിന്റെ അനുവാദത്തോടെ വിദ്യാർത്ഥി പ്രസ്ഥാനം NGOs ചുമതല എടുത്തുകൊണ്ട് ഒരു ബൈബിൾ പ്രസിദ്ധീകരിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ധാരാളം ആളുകൾ അതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നു. ദൈവകൃപ ധാരാളം ആവശ്യമുള്ളൊരു ശുശ്രൂഷയാണ്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു നേരമെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ വേദപുസ്തകം ഇറങ്ങുന്നു, യാതൊരു തെറ്റും കൂടാതെ. അതൊരു സ്റ്റഡി ബൈബിൾ കൂടെയാണ്. അതിനകത്ത് ഫുഡ് നോട്ട്സ് ഒക്കെ ഉണ്ട്, ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. സഭയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ് ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. രണ്ടാമത് വേറൊരു പ്രവർത്തനം ആരംഭിച്ചത്, ഞാൻ ചെന്നതിന് ശേഷം ഒരു കണക്കെടുത്ത് കേരളത്തിന് വെളിയിൽ ഏകദേശം 4000 കുട്ടികൾ ഒരു വർഷം പഠിക്കാൻ പോകുന്നത് നേഴ്സിംഗ് പഠനത്തിനാണ്. ഒരു 50% കുട്ടികളും പെന്തക്കോസ്ത് ഗ്രൂപ്പിൽ പോകുന്ന ഒരു പ്രവണത. കാരണം ഈ കുട്ടികൾ പഠിക്കാൻ പോകുന്ന പല സ്ഥലങ്ങളിലും ദേവാലയങ്ങളില്ല, ആരാധനാ സൗകര്യങ്ങളില്ല. അതുകൊണ്ട് NGOs താല്പര്യമെടുത്ത് ഇപ്പോൾ ഔട്ട്സൈഡ് കേരള സ്റ്റുഡൻറ് മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാനൊരു 10-20 സെൻറ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പോകാനായിട്ട് വൈദികരില്ല, നൽകാനായിട്ട് പണമില്ല. എങ്കിലും ഒരു 5-6 സ്ഥലങ്ങളിൽ മദ്രാസ്, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ
അച്ഛന്മാരെ താമസിപ്പിച്ച് അങ്ങനെ ഒരു സ്റ്റുഡൻറ് മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലെ മാത്രം കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നാഗ്പൂരിൽ MGOCSന്റെ ഒരു ഡയസ്പോറ സെക്രട്ടേറിയറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, നമുക്ക് കാശ് എവിടെ നിന്നെങ്കിലും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ആളുകൾ കൊടുക്കുന്നുണ്ട്, സഹായിക്കാൻ മനസ്സുള്ളത്. പക്ഷേ പ്രവർത്തകരെ കിട്ടുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. നാട്ടിലും ഇവിടെയും ക്യാമ്പസ് മിനിസ്ട്രി ഒക്കെ ആരംഭിച്ചു ന്യൂയോർക്കിലൊക്കെ. പക്ഷേ അങ്ങോട്ട് ഭംഗിയായിട്ട് പോകാനായിട്ട് അവരെ കൊണ്ട് കഴിയാത്തതിൻ്റെ പ്രധാന കാരണം പണമല്ല, ആളില്ല എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു വളരെയധികം വിമർശനം ഏറ്റുവാങ്ങിയതാണ് ഇതിനോട് ചേർന്നുള്ള വലിയൊരു പ്രോജക്റ്റ്, ഒരു ബിൽഡിംഗ് പ്രോജക്റ്റ് MGOCS നടത്തുന്നത്. അതേപോലെ ധാരാളം വിമർശനങ്ങൾ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലർക്കെങ്കിലും അത് അറിയാമെന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടെ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. 53 അപ്പാർട്ട്മെന്റുകൾ പണിത് വിൽക്കുന്നുണ്ട്. അത് സത്യമാണ്. അത് വിൽക്കുന്നത് അമേരിക്കയിലും ഗൾഫിലുമുണ്ട്, നമ്മുടെ ആളുകൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താ MGOCS നേടുന്നത് എന്ന് ചോദിച്ചാൽ, അതിലെ അല്പം ലാഭം കൊണ്ടും ഒരല്പം പണം കൂടെ നമ്മൾ കളക്ട് ചെയ്താൽ ഈ പറയുന്ന അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന് മുമ്പിൽ ഒരു 6 നില കെട്ടിടം MGOCS ഉണ്ടാകും. അതിലൊരു 3 നിലയെങ്കിലും റെന്റിന് കൊടുക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞാലും 5 സ്ഥലങ്ങളിൽ ഔട്ട്സൈഡ് കേരള മിഷൻ നടത്തുന്നുണ്ട്. ഒരു മാസം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ബലഹീനായ ഞാൻ അതിനുവേണ്ടി തന്നെ 60,000 രൂപ ഒരു മാസം ഉണ്ടാകും. എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്? മിക്കവാറും ഈ പറയുന്ന പല സ്ഥലങ്ങളിൽ പോയി ആളുകളോട് ചോദിച്ചു. എന്നാൽ ഈ ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ ഇത് റെന്റിന് കൊടുത്താൽ, അതിന് 3-4 നില റെന്റിന് കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് പെർമനന്റ് ആയിട്ട് ഒരു ഇൻകം ഉണ്ടാവുകയും MGOCSന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നടക്കുകയും ചെയ്യും എന്നുള്ള ഒരു ധാരണയിലും വിശ്വാസത്തിലുമാണ് അതിനെ ആരംഭിച്ചത്. അതിന് മുകളിലേക്കുള്ള നിലകളിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനും ചാപ്പല്, ഡോർമെട്രി, ഈ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കെട്ടിടം പണി. അതുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു നല്ല വശം കൂടെ നിങ്ങളൊന്ന് കാണണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും കഴിവുള്ളിടത്തോളം ഇതിനെ സഹായിക്കാവുന്ന തലങ്ങളിലൊക്കെ ഇതിനെ സഹായിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു.